ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അടിയന്തര വെന്റിലേറ്റർ സംവിധാനം വേണ്ടി വന്നെങ്കിലും ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്നുവെന്ന് വത്തിക്കാനിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ അദ്ദേഹം അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നില്ല. അതീവ ഗുരുതരാവസ്ഥ മറികടന്നുവെന്ന് മാത്രമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് പി ജെയിംസ്. പറയൂ. മാർപ്പാപ്പയുടെ കാര്യത്തിൽ ഈ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകേണ്ടി വന്നു. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട്, സാധാരണ ബോഡി ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ശ്വാസതടസ്സം ഉണ്ടാവുകയും ശ്വാസതടസ്സം നീക്കാനായി വെന്റിലേറ്ററിൻ്റെ സഹായം തേടുകയും ചെയ്തതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. അപ്പോൾ വെന്റിലേറ്റർ സഹായം തേടിയാൽ പിന്നീട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഓർഗൻസ് അവയവങ്ങൾ ഫങ്ഷൻ ചെയ്യാതിരിക്കാം. പക്ഷേ ഇക്കാരണത്തിൽ വലിയൊരു സപ്പോർട്ട് വേണ്ടി വന്നില്ല. ആ റെസ്പിറേറ്ററി തടസ്സം മാറ്റി പുനഃസ്ഥാപിച്ചപ്പോൾ തന്നെ അധികം നില മെച്ചപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ ഇപ്പോഴും പറയുന്നു ക്രിട്ടിക്കൽ എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറ്റി കാര്യങ്ങൾ പറയാറായിട്ടില്ല. അപകടനില തരണം ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴും അണുബാധ 2 ശ്വാസകോശങ്ങളിലും ഉണ്ട്, ബ്ലഡിലേക്ക് അത് ഉണ്ട്. അത് മുഴുവൻ അല്പം മെച്ചപ്പെട്ടു എന്നല്ലാതെ ഇത് ഏത് നിമിഷവും ഇപ്പോൾ റെസ്പിറേറ്ററി ഡിസോർഡർ എന്നുള്ള ശ്വാസതടസ്സം ഏത് നിമിഷവും ഉണ്ടാവാവുന്നതാണ്. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിൻ്റെ ലാഞ്ചനകൾ കണ്ടു. അപ്പോൾ അതീവ ഗുരുതരാവസ്ഥ മറികടന്നുവെന്നല്ലാതെ അപകടനില തരണം ചെയ്തിട്ടില്ല. ലോകം മുഴുവൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. SKN ഒരുപക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഒരുപാട് മാർപ്പാപ്പമാർ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ മാർപ്പാപ്പയ്ക്ക് ലഭിച്ചത്ര കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഈ മാർപ്പാപ്പയുടെ 88കാരനാണ്, പ്രായമായി ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അതിൽ ഇത്രയും ആശങ്ക ഉണ്ടാവാറില്ല. പക്ഷേ ലോകക്രമത്തെ തന്നെ ഇപ്പോൾ ട്രംപ് ഇന്ന് കാണിച്ച വിടുത്തല്ല മാർപ്പാപ്പ കാണിക്കുന്നത്. മാർപ്പാപ്പ എല്ലാവരും ഒരുമിച്ച് നിർത്താനും യുദ്ധം ഒഴിവാക്കാനും ഇസ്ലാം മതവിശ്വാസികളെയും മറ്റു മതവിശ്വാസികളെയൊക്കെ ഒരുമിച്ച് നിർത്താനും കമ്മ്യൂണിസ്റ്റുകാരെയും മറ്റു റൈറ്റിസ്റ്റ് ചിന്താഗതിക്കാരെയൊക്കെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു നിലപാടെടുത്തൊരു മാർപ്പാപ്പ. ആ നിലയിലാണ് SKN ഒരുപക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുക.